ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ബൺ ദോശ. അപ്പോൾ അരിയും ഉഴുന്നൊന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബൺ ദോശ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ബൺ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് പാത്രത്തിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കട്ട തൈരാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ റവയും തൈരും അതുപോലെ തന്നെ വെള്ളമായിട്ട് നന്നായി മിക്സായി വരണം. അങ്ങനെ ഈ ഒരു രീതിയിൽ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പത്തിരിക്ക് ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയാണ്. അങ്ങനെ ഉപ്പും അരിപ്പൊടിയൊക്കെ ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കത് മിക്സിയുടെ വലിയ ജാറിൽ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആവുന്ന രീതിയിലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള മിക്സ് ചെയ്ത മാവ് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമ്മൾ ഈ അരച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുകൊന്ന് താളിച്ച് ചേർക്കാം. അങ്ങനെ കടുക് താളിക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ്, ഒരു വലിയൊരു സവാളയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ്. 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടി വെക്കിയാൽ മതി. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ വെജിറ്റബിൾസൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്ന വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 നുള്ളു കായം കൂടി ചേർക്കാം. കായം ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് മാറിയ ശേഷം വേണം നമുക്കത് മാവിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ. ബൺ ദോശ നമുക്ക് ഇതുപോലത്തെ തട്ക പാനിലോ അതല്ലെങ്കിൽ അപ്പച്ചട്ടിയിലോ തയ്യാറാക്കാം. ഞാനിവിടെ ഇപ്പോൾ അപ്പച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ നമ്മുടെ മാവൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നമ്മുടെ ബൺ ദോശ നല്ലൊരു സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡയും ചേർത്ത ശേഷം നന്നായൊന്ന് മാവ് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണത്. നമുക്ക് നേരത്തെ കടുക് വറുത്തതും കൂടി ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഈ ഉള്ളിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൺ ദോശ തയ്യാറാക്കാം. അങ്ങനെ ബൺ ദോശ തയ്യാറാക്കാൻ വേണ്ടി അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം. 1/2 തവി മാവാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്യുക. ഞാൻ മാവ് ചേർത്തപ്പോൾ ഇടാൻ മറന്നതാണ്. ഇനി ഒന്ന് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. കുറച്ച് തിക്കായിട്ടുള്ള ദോശ ആയതുകൊണ്ട് തന്നെ സ്ലോ ഫ്ലെയിമിൽ വേണം നമുക്കത് വേവിച്ചെടുക്കാൻ. അടിവശം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കത് തിരിച്ചിടാം. ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി മൊരിഞ്ഞ് കിട്ടുന്ന വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ പുറംവശം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബൺ ദോശയാണ്. ഇത് ഈവനിങ് ടൈമിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ തക്കാളി ചട്നി കൂട്ടിയിട്ടും കഴിക്കാം. അതല്ല വെറുതെ വേണമെങ്കിൽ ഒരു ബൺ ദോശ കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇരുവശവും നല്ല മൊരിഞ്ഞ് വരുന്നവരെയാണ് നമുക്കത് വേവിച്ചെടുക്കേണ്ടത്.
ഇതാ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബൺദോശയും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതാ രണ്ടാമത്തെ ബൺദോശയും തയ്യാറാക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. അരിയും ഉഴുന്നൊക്കെ അരയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബൺദോശ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അങ്ങനത്തെ ശരവണ ഭവൻ സ്റ്റൈലിലുള്ള ഒരു തക്കാളി ചട്നിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി 3 തക്കാളി, 4 കാശ്മീരി ചില്ലിയും 3 വെളുത്തുള്ളിയും അതുപോലെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത്. ഉഴുന്ന് പരിപ്പ് നന്നായി റോസ്റ്റ് ആവണം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ സാധാ ഉണക്കമുളകിൽ നിന്നും അരിയൊക്കെ കളഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ ചട്നിക്ക് എരിവ് അധികം ഉണ്ടാവില്ല. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. എന്താ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത ശേഷമാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ചട്നിയുടെ കൂട്ട് ചേർത്തിട്ടുണ്ട്. ഇനി കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് വറുക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു കട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. 2 വറ്റൽമുളക് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് കടുക് താളിച്ചത് തക്കാളി ചട്നിയിലേക്ക് ചേർക്കാം. ഈ ഒരു രീതിയിൽ മാവ് തയ്യാറാക്കിയ സമയത്ത് എനിക്ക് 5 ബൺദോശയാണ് കിട്ടിയത്. അപ്പോൾ ഇനി അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയി എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.